നമ്മളിന്ന് ഈവനിങ് ആയപ്പോൾ ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് കേട്ടോ വന്നത്. പപ്പ എന്നും പറയാറുണ്ട് നമ്മുടെ ഈ കച്ചിത്തോട് ഡാം എന്നാണ് നമ്മളിന്ന് പോകുന്ന സ്ഥലത്തിൻ്റെ പേര്. അവിടെ നല്ല രസമാണ് ഈവനിങ് പോയിരിക്കാനായിട്ട്, നിങ്ങൾ ഇതുവരെ പോയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം പിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈവനിങ് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന്. അങ്ങനെ ഞങ്ങളിത് കച്ചിത്തോട് ഡാം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ വിചാരിച്ച ചുമ്മാ ഒരു ഡാമായിരിക്കും, വലിയ രസമൊന്നും ഉണ്ടാവില്ല. അതൊരു ചെക്ക് ഡാമാണ്. ഈവനിങ് ടൈമിൽ വന്നാൽ നല്ല രസമാണ് കേട്ടോ. നമുക്കിവിടെ എന്താ പറയുക, ജോഗിങ് ചെയ്യുന്ന ആൾക്കാരെയും നമുക്കിന്നെ റിലാക്സ് ആയിട്ട് വന്നിരിക്കാനും ഒക്കെ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ്. നല്ല രസമാണ് അവിടെ വന്നിരിക്കാനായിട്ട്. ആ കാറ്റും ആ വെള്ളമൊക്കെ കണ്ട് നല്ല രസമാണ് കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മുടിക്കോട് നിന്ന് പാണ്ടിപ്പറമ്പ് ചിറക്കാക്കോട് ആ പോകുന്ന വഴിയിലാണ് കച്ചിത്തോട് ഡാമിന്. പിന്നെ ഡാമിലേക്ക് പോകുമ്പോൾ എന്താ പറയുക, ഈവനിങ് ടൈമിൽ പോവുകയാണെങ്കിൽ വെയിലൊന്നും ഉണ്ടാവില്ല, നല്ല രസമായിരിക്കും. മോർണിംഗ് ടൈമിലും അവിടെ ആൾക്കാരൊക്കെ പോയിരിക്കട്ടെ, വലിയ പാസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ അതുപോലെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്കിതാ ഈ ഡാമിന് ചുറ്റും നടക്കാം കേട്ടോ. രണ്ട് സൈഡിൽ കൂടെ വരാം. ഒരു സൈഡിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്ന സൈഡും ഒന്ന് ബാക്ക് സൈഡിലൊരു വഴിയുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചർച്ച് ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു കച്ചിത്തോട് ഡാമിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നിയർ ബൈ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമ്മുടെ തൃശ്ശൂർ ഇതിൻ്റെ അടുത്തായിട്ട് കാണുന്ന സ്പോട്ടുകളൊക്കെ അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എത്ര ദൂരം ഉണ്ടെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമ്മൾ കുറച്ച് നേരം കണ്ടു വായിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം എന്താ റിലാക്സ് ചെയ്തിരുന്നു കേട്ടോ. നമ്മൾ മാത്രമല്ല, അതുപോലെ തന്നെ സൺഡേയും സാറ്റർഡേ ഒക്കെ നല്ല തിരക്കുണ്ടാവും. പക്ഷേ ഇന്ന് നമ്മൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. മെയിൻലി ജോഗിങ്ങിന് പോകുന്ന ആൾക്കാർ, പിന്നെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഓരോ സെറ്റപ്പൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരിക്കാനും നല്ല നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് നമ്മൾ എന്താ പറയുക, എപ്പോഴും ഈ പുറത്ത് ടൗൺ ഏരിയയിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഒരു സ്പോട്ട് എന്തായാലും ഇഷ്ടപ്പെടും. കിടിലൻ ലൊക്കേഷനാണ് കേട്ടോ. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്കപ്പോൾ ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് പോലെയൊക്കെ ഇതാ ഒരു സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നല്ല കിടിലൻ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എന്തായാലും തൃശ്ശൂരുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി പറയാം. കച്ചിത്തോട് ഡാം നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം. അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ മുടിക്കോടിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ. അങ്ങനെ ലൊക്കേഷൻ ചെയ്ത് നിങ്ങൾക്ക് വരാം കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈവനിങ്ങിലെ വിശേഷങ്ങൾ. മോർണിംഗ് ടൈമിൽ അവിടെ ക്യാൻറ്റീനും പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഈവനിങ് പോയത് അതൊന്നും കണ്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ വെള്ളം കുടിക്കാനാണെങ്കിൽ ₹1 കോയിൻ ഇടാണെങ്കിൽ 1 ലിറ്റർ വെള്ളം വരും കേട്ടോ. അപ്പോൾ അത് ആ വാട്ടർ ടാങ്ക് പോലെ ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാ ഇവിടെ ഇറങ്ങാനൊരു സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യം ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വന്ന് ഫാമിലിയായിട്ട് റിലാക്സ് ചെയ്ത് നമുക്ക് ഇരിക്കാം. വൈകുന്നേരം എത്ര സമയം വരെ ഉണ്ടെന്ന് എനിക്കറിയില്ല. വേറെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ചെക്കിങ്ങിനും കാര്യങ്ങളൊക്കെ, കാരണം എനിക്കത് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മളതെല്ലാം കണ്ടു. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ വാട്ടർ ടാങ്കിൻ്റെ, അത് ഈ കാണുന്നതാണ് കേട്ടോ. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് പോയി നോക്കൂ.